ഹലോ നമസ്കാരം, എല്ലാവർക്കും 5WH മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്താണ് 5WH എന്നൊരു പേര് വരാൻ കാരണമെന്ന്. 5WH എന്തെന്നാൽ നമ്മൾ എല്ലാത്തിനെയും നമ്മുടെ ചാനലിലെ എല്ലാം വാട്ട്, വെൻ, വേർ, ഹൂ, വൈ ആൻഡ് ഹൗ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെല്ലാം ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ കണ്ടു പഠിച്ച അല്ലെങ്കിൽ കണ്ടു വളർന്ന ഒരാളെക്കുറിച്ചാണ്. പക്ഷേ നമ്മളതിനെക്കുറിച്ച് നമുക്കെല്ലാം അവിടെയും ഇവിടെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് നന്നായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഇന്ത്യക്കാർ എന്ന നിലയിൽ നമ്മൾ നന്നായി അറിഞ്ഞിരിക്കേണ്ട ഒരാളുടെ കഥയാണ്. സോ നമ്മൾ ഇന്ന് അശോക ദ ഗ്രേറ്റ് എന്ന് നമ്മളെല്ലാം വിളിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തോട് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ കഥയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അശോക ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയുടെ ഇന്നത്തെ നമ്മുടെ കേരളവും നമ്മുടെ അപ്പുറത്തുള്ള തമിഴ്നാടും ഒഴിച്ച് ബാക്കി ഇന്ത്യയുടെ വലിയൊരു പോർഷൻ അങ്ങ് മുകളിൽ അഫ്ഗാനിസ്ഥാൻ വരെയും ഈസ്റ്റിലെ ബംഗ്ലാദേശ് വരെയും ഒക്കെ പടർന്നു പന്തലിച്ച് കിടന്നിരുന്ന ഒരു രാജ്യം ആയിരുന്നു അശോകൻ്റെത്. ഇന്ത്യയുടെ ഗോൾഡൻ എറ എന്ന് തന്നെ വിളിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു അശോകൻ്റെ ഭരണകാലഘട്ടം. അപ്പോൾ നമുക്ക് അശോകനെ കുറിച്ച് ആദ്യം തൊട്ട് തുടങ്ങി വരാം. സോ അശോക ജനിക്കുന്നത് 304 BC ആണ്. കിങ് ബിന്ദുസരയുടെയും രാജ്ഞി സുഭാദ്രങ്കിയുടെയും മകനായിട്ടാണ് അശോക ജനിക്കുന്നത്. മൂത്ത മകൻ അല്ലായിരുന്നു അശോകൻ. അശോകൻ്റെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ അപ്പൂപ്പൻ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആളെന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യനായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യനാണ് വൈറ്റ്ലി നമ്മുടെ മൗര്യൻ എംപയറിൻ്റെ സ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. പക്ഷേ നമുക്കെല്ലാം അറിയാം ചന്ദ്രഗുപ്തൻ്റെ മിനിസ്റ്ററായിരുന്നു ചാണക്യൻ. ചാണക്യതന്ത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ചന്ദ്രഗുപ്തൻ അത്രയും ഒരു വലിയ രാജ്യമായി പണിതുയർത്താൻ ഒരു തൂണായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടിങ് ആയിട്ട് നിന്ന ആളായിരുന്നു ചാണക്യൻ അർത്ഥശാസ്ത്രത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. സോ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ ആണ് അശോകൻ. സോ അങ്ങനെ എൽഡസ്റ്റ് സൺ അല്ലായിരുന്നു, പക്ഷേ ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി സ്കിൽസ് ഉണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേഷനിലായാലും അമ്പ് അതായത് ആർച്ചറിയിലായാലും മിലിറ്ററിയിലായാലും ഒക്കെ എക്സ്ട്രാ ഓർഡിനറി സ്കിൽസ് ഉള്ളത് കൊണ്ട് തന്നെ രാജ്യസിംഹാസനം അശോകൻ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള സിബ്ലിങ്സ്, അതായത് മറ്റുള്ള സഹോദരന്മാരെയൊക്കെ തോൽപ്പിച്ച് അശോകൻ തന്നെ രാജ്യസിംഹാസനം കീഴടക്കി. പിന്നെ അങ്ങോട്ട് കണ്ടത് ഒരു വലിയ രാജ്യത്തിൻ്റെ ഫോർമേഷൻ ആയിരുന്നു. അശോകൻ്റെ രാജ്യത്തിൻ്റെ പീക്കിൽ നിൽക്കുന്ന ടൈമിൽ അത് അഫ്ഗാനിസ്ഥാൻ, ഞാൻ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാൻ, ഇന്നത്തെ കേരളവും തമിഴ്നാടും ഒഴിച്ച് ഇന്ത്യ മുഴുവനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ രാജ്യമായി മാറിയിരുന്നു. പക്ഷേ അശോകൻ്റെ ജീവിതത്തിൽ ഒന്ന് മാറി മറിഞ്ഞത് നമ്മളെല്ലാം കേട്ടതുപോലെ തന്നെ കലിംഗ യുദ്ധമായിരുന്നു. കലിംഗ എന്നാൽ ഇന്നത്തെ ഒറീസയിൽ വെച്ച് നടന്ന ഒരു യുദ്ധത്തിലായിരുന്നു അശോകൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞത്. അത് 265 BCയിലായിരുന്നു ആ യുദ്ധം. അശോകൻ തന്നെയാണ് ആ യുദ്ധത്തിൽ വിജയിച്ചത് എങ്കിലും ലക്ഷക്കണക്കിന് ആളുകളുടെ കൈകളും തലകളും ഒക്കെ അറ്റുകിടക്കുന്ന ബോഡിയും മൃതശരീരങ്ങളും പാറിപ്പറന്ന് കിടക്കുന്ന ബ്ലഡും എല്ലാം കണ്ട് അശോകൻ്റെ മനസ്സ് മാറിയുകയാണ് അവിടെ വെച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അശോകൻ ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ആവുകയാണ്. നമ്മൾ പറയുന്നുണ്ട് അശോകൻ ഒരു ഹിന്ദു കിങ് ആണ് എന്നാണ് വൈറ്റ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പല ഹിസ്റ്റോറിയൻസും പറയുന്നത് അശോകൻ ഒരു ജൈൻ ആയിരുന്നു എന്നാണ്. അതായത് ജൈനിസം ഫോളോ ചെയ്തിരുന്ന ഒരാളായിരുന്നു എന്നാണ്. കാരണം അശോകൻ്റെ, ഞാൻ പറഞ്ഞ നേരത്തെ മുസ്തച്ഛനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു ജൈൻ ഫോളോവർ ആയിരുന്നു എന്ന് പല ക്രിട്ടിക്സും പല ബുക്കിലും പറയുന്നുണ്ട്. സോ അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ദെൻ അശോകൻ ഒരു ബുദ്ധിസം, നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ബുദ്ധിസം ഡെവലപ്പ് ചെയ്തത് അശോകൻ്റെ ആ ഒരു കൺവേർഷനോടെയാണ്. കാരണം അശോകൻ കൺവേർട്ട് ചെയ്തതോടെ ബുദ്ധിസത്തിനൊരു ലോകവ്യാപനമായി വളരുകയാണ് ചെയ്തത്. കാരണം അത്രയും വലിയൊരു രാജാവും അദ്ദേഹത്തിൻ്റെ കിങ്ഡവും ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അശോകൻ ഭയങ്കരമായി സെക്യുലറിസം അഡോപ്റ്റ് ചെയ്ത ഒരാളായിരുന്നു. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു കൺവേർഷൻ അതൊരു കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യും. ബുദ്ധിസം ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളരാൻ ഒരു വലിയ പങ്ക് വഹിച്ചത് അശോകൻ്റെ കൺവേർഷൻ തന്നെയായിരുന്നു. അശോകൻ മൊഗാലിപുട്ട ടിസ എന്ന് പറയുന്ന ഒരാളിൻ്റെ
കീഴിലാണ് അശോകൻ ആ ഒരു ഗുരുവിൻ്റെ കീഴിലാണ് അശോകൻ ബുദ്ധിസത്തിലേക്ക് കൺവേർട്ടായത്. ദെൻ അശോകൻ്റെ മകനായ മഹിന്ദയും പുത്രിയായ സംഘമിത്രയും അദ്ദേഹം ശ്രീലങ്കയിലേക്ക് വിടുകയാണ് ചെയ്തത്. കാരണം ബുദ്ധിസം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയാണ് നമ്മൾ ഹിസ്റ്ററിയൊക്കെ കേൾക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം തൻ്റെ മകളെ അടുത്തുണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മകൾ ബുദ്ധിസം സ്വീകരിക്കുകയും മകൾക്കത് സ്പ്രെഡ് ചെയ്യണമെന്ന് ആഗ്രഹം വരികയും അങ്ങനെ മകൾ പോവുകയാണ് ചെയ്തത് എന്നും ഒരു കഥയുണ്ട്. സോ അങ്ങനെയാണ് ബുദ്ധിസം പല ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. അത് അശോകൻ്റെ ഒരു കൺവേർഷനോടെയാണ് വരുന്നത്. പിന്നെ ബുദ്ധിസ്റ്റ് കൗൺസിൽസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ബുദ്ധിസത്തിൻ്റെ ഒരു കൗൺസിൽസ് പല സ്ഥലങ്ങളിലും ഹെൽഡ് ചെയ്തിരുന്നു. അത് ഇതിനു മുമ്പ് പല രാജാക്കന്മാരും അല്ലെങ്കിൽ അതിൻ്റെ പല പ്രസിഡൻസായിട്ട് പല തലപ്പത്തേക്കുന്ന ആളുകളും അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അശോകനാണ് തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ 250 BC തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ പാറ്റ്ലിപുത്രയിൽ വച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അശോകൻ്റെ ക്യാപിറ്റലും പാറ്റ്ലിപുത്രയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ വെച്ച് കൺവേർട്ട് ചെയ്യുന്നത്. പാറ്റ്ലിപുത്ര എന്ന് പറയുന്നൊരു മഗധയായിരുന്നു അശോകൻ്റെ പാരൻറ്റ് കിങ്ഡം. മഗധയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു വലിയ എംപയറൊക്കെ ആയിട്ട് ബിൽഡ് ചെയ്ത് വന്നത്. സോ അശോകനാണ് ഈ പെറ്റേണൽ കിങ്ഡം എന്ന് പറയുന്നൊരു ആശയം കൊണ്ടുവരുന്നത്. അതായത് കിങ് എല്ലാ തൻ്റെ പ്രജകളുടെയും എല്ലാം ഒരു പിതാവ് സ്ഥാനത്തേക്ക് കിങ് വരികയും തൻ്റെ പ്രജകളുടെ വെൽഫെയറിനും അവരുടെ സംതൃപ്തിക്കും സമൃദ്ധിക്കുമൊക്കെ കാരണമാകേണ്ടത് താനാണ് എന്നുള്ള രീതിയിലേക്കൊരു കിങ്ങിനെ ഉയർത്തിക്കൊണ്ട് വരുന്ന രീതിയിൽ ഉള്ളൊരു ഒരു റൂളിംഗ് ആയിരുന്നു അശോകൻ്റെത്. അതുപോലെ തന്നെ ആനിമലിനെ ഈ മൃഗങ്ങളെ കൊല്ലുന്നത്, അവരെ വെച്ചിട്ടുള്ള സാക്രിഫൈസ്, ഇതിനൊക്കെ അശോകനെതിരായിരുന്നു. അതുപോലെ തന്നെ ഒരു വൈറ്റ്ലി സെക്യുലറിസം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റായിട്ട് സെക്യുലറിസം അഡോപ്റ്റ് ചെയ്തൊരു രാജാവാണ് അശോകൻ. അദ്ദേഹത്തിൻ്റെ പല പൊളിറ്റിക്കൽ അപ്രോച്ചിലും നമുക്ക് കാണുന്നൊരു കോൺക്വസ്റ്റ് ബൈ ധർമ്മ എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹം മൂവ് ചെയ്തിരുന്നത്. അതായത് ധർമ്മ എന്നൊരു വാക്കെല്ലാം ധർമ്മത്തിൽ കൂടെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കലിംഗ കഴിഞ്ഞതിന് ശേഷം എല്ലാം ധർമ്മത്തിൽ കൂടെ കീഴ്പ്പെടുത്തുക എന്നുള്ള രീതിയിലായിരുന്നു അശോകൻ്റെ ഒരു മൂവ്മെൻറ്റ്. പിന്നെ നമുക്ക് കാണാവുന്ന അശോകൻ്റെ മരണത്തെക്കുറിച്ച് പറയുകയാണ്. അതും ശരിക്കും നമ്മൾ അറിയണം. 232 നമ്മൾ പറയുന്നത് ഇതെല്ലാം BC കുറിച്ച്, അതായത് 300-200 വർഷം, അതായത് യേശുവിനും 200-300 വർഷത്തിന് മുമ്പുള്ള കഥ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പെർഫെക്റ്റ് സോഴ്സസ് ഇല്ല. നമുക്ക് കൂടുതലും അശോകൻ്റെ സോഴ്സസും അശോകൻ്റെ ഇതൊക്കെ കിട്ടുന്ന എഡിറ്റ്സിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ അശോകൻ മരിക്കുന്നത് 232 BC 232 BC ആണ് എന്നാണ് പൊതുവെ കൺസിഡർ ചെയ്യപ്പെടുന്നത്. അശോകവദന എന്നൊരു പുസ്തകത്തിൻ്റെ അശോകവദന എന്ന് പറയുന്ന അശോകൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള വൈറ്റ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിൽ പറയുന്നത് ഡ്യൂറിങ് ഹിസ് ലാസ്റ്റ് ഡേയ്സ് അദ്ദേഹം ബുദ്ധിസ്റ്റ് സംഘാസ് ഉണ്ട്. ബുദ്ധിസ്റ്റ് ഈ വിഹാര സംഘാസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ബുദ്ധിസ്റ്റ് സംഘാസിന് വേണ്ടി ഡൊണേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പല പേഴ്സണൽ പൊസിഷൻസും നഷ്ടപ്പെടുകയായിരുന്നു. അവസാനം ഭയങ്കര രീതിയിൽ ഡൊണേറ്റ് ചെയ്ത് തൻ്റെ രാജ്യത്തിൻ്റെ ട്രഷറി ഖജനാവ് തന്നെ കാലിയാവുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ തൻ്റെ തന്നെ മന്ത്രിമാർ അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. ലാസ്റ്റായിട്ട് അശോകൻ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. പക്ഷെ അതുമാത്രമല്ല, തൻ്റെ വേറൊരു പുസ്തകത്തിൽ പറയുന്ന അശോകൻ്റെ അവസാന കാലഘട്ടം തൻ്റെ സംപ്രതി എന്ന തൻ്റെ മകൻ രാജ്യം കീഴ്പ്പെടുത്തി എടുത്തപ്പോൾ അശോകനെ ലാസ്റ്റ് ഇയേഴ്സ് ജയിലിലാണ്. അശോകൻ തൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള വർഷങ്ങൾ ജയിലിലേക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു എന്നൊരു മറ്റൊരു കഥയുണ്ട്. അത് പറയുന്നത് സംപ്രതി റെവല്യൂഷൻ എന്ന്. കാരണം അശോകൻ്റെ കയ്യിൽ നിന്നും ഖജനാവ് കാലിയായി പോയിക്കൊണ്ടിരുന്നപ്പോൾ സംപ്രതി രാജ്യം ഏറ്റെടുക്കുകയും അശോകനെ ജയിലിൽ അടയ്ക്കുകയായിരുന്നു ചെയ്തു. അവിടുന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അശോകൻ മരിച്ചത് എന്നൊരു കഥയും ഉണ്ട്. സോ അത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെ നിന്നാണ് അശോകൻ്റെ, ഞാൻ പറഞ്ഞു 200-300 വർഷത്തിന് മുമ്പിലാണ് ഇത് ഉള്ളത് ആയ ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ടുള്ള അശോകനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ ഭയങ്കര പാടാണ്.
അതുകൊണ്ട് തന്നെ അശോകൻ്റെ മോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്കറിയാം ഈ റോക്ക് എഡിറ്റ്സിൽ കൂടെയൊക്കെയാണ് നമുക്ക് അശോകൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നത്. ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ആയിട്ടുള്ള ആൻറ്റിക്വറിയും കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്ററൊക്കെ ആയിരുന്നു ബ്രിട്ടീഷ് കാലത്ത്. അദ്ദേഹമാണ് അശോകൻ്റെ എഡിറ്റ്സ് ആദ്യമായി ഡെസിഫർ ചെയ്യുന്നത്. ഡെസിഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ലേഷനൊക്കെ പോലെ തർജ്ജിമ ചെയ്ത് അത് വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നത് ഈ ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് ആദ്യമായി അശോകൻ്റെ എഡിറ്റ്സൊക്കെ ഡെസിഫർ ചെയ്തെടുക്കുന്നത്. അപ്പം ഈ ഇൻസ്ക്രിപ്ഷൻസ്, അശോകൻ്റെ ഇൻസ്ക്രിപ്ഷൻസാണ് നമുക്ക് ആദ്യമായി ബുദ്ധിസത്തിനെ കുറിച്ച് കിട്ടുന്ന, അതായത് പറഞ്ഞു കേട്ട കഥകളല്ലാതെ നമുക്ക് ബുദ്ധിസത്തിനെ കുറിച്ചൊരു റിട്ടൺ ഡോക്യുമെൻ്റ് അങ്ങനെ ഒരു രീതിയിൽ കിട്ടുന്നത് അശോകൻ്റെ എഡിറ്റ്സാണ് ആദ്യമായി കിട്ടുന്നത്. സോ അശോകന് പർട്ടിക്കുലർലി 33 ഇൻസ്ക്രിപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ മേജർ റോക്ക് എഡിറ്റ്സ്, മൈനർ റോക്ക് എഡിറ്റ്സ്, സെപ്പറേറ്റ് റോക്ക് എഡിറ്റ്സ്, മേജർ പില്ലർ എഡിറ്റ്സ്, മൈനർ പില്ലർ എഡിറ്റ്സ്, ഇങ്ങനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻസ്ക്രിപ്ഷൻസ് പലതും പ്രാകൃത് ലാംഗ്വേജസിലാണ് എഴുതിയിരുന്നത്. പ്രാകൃത ലാംഗ്വേജസ് നമുക്കറിയാവുന്ന, പ്രാകൃത ഒരു വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ലാംഗ്വേജാണ്. പ്രാകൃത ലാംഗ്വേജിൽ തന്നെ മഗധി ഡയലക്റ്റ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു മഗധി ആയിരുന്നു അശോകൻ്റെ പാരന്റ് കിങ്ഡം. അതുകൊണ്ട് തന്നെ മഗധി ഡയലക്റ്റിലുള്ള പ്രാകൃത ലാംഗ്വേജിലാണ് എഴുതിയിരുന്നത്. എഴുതാൻ ഉപയോഗിച്ചിരുന്നത് ബ്രഹ്മി സ്ക്രിപ്റ്റാണ്. അതായത് എഴുത്തിൻ്റെ അക്ഷരങ്ങൾ ബ്രഹ്മി സ്ക്രിപ്റ്റിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇത് സെൻട്രൽ കിങ്ഡംസിലായിരുന്നു. പക്ഷേ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ ഖറോഷ്ടി സ്ക്രിപ്റ്റും കാണ്ഡഹാറിൽ അറാമിക്കും ഗ്രീക്ക് സ്ക്രിപ്റ്റും ഗ്രീക്ക് ലാംഗ്വേജിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കാണുന്നത്. അതായത് പലതരം ഇൻഫ്ലുവൻസ് ഉള്ള ലാംഗ്വേജസിൽ അശോകൻ്റെ സ്ക്രിപ്റ്റ്സ് എഴുതപ്പെട്ടിരുന്നു. അതായത് പലതരം ഇൻഫ്ലുവൻസ്, ലോകത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് അശോകൻ്റെ സ്ക്രിപ്റ്റ്സിലൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു. എന്നിട്ട് 4 മൈനർ റോക്ക് എഡിറ്റ്സിലാണ് അശോകൻ്റെ പേരെന്ന് പറയുമ്പോൾ തന്നെ അശോക എന്നുള്ള പേരല്ല, അത് ദേവനാംപ്രിയ എന്നുള്ള പലതരം വിവിധ പേരുകളിലായിരുന്നു അശോകൻ തൻ്റെ എഡിറ്റ്സിൽ എഴുതിയിരുന്നത്. നമുക്ക് കിട്ടുന്ന മസ്കി, ബ്രഹ്മഗിരി, ഗുജറാത്ത്, നേട്ടൂർ. മസ്കി ബ്രഹ്മഗിരിയും കർണാടകയിലാണ്, ഗുജറാത്ത് മധ്യപ്രദേശിലാണ്, നേട്ടൂർ ആന്ധ്രാപ്രദേശിലാണ്. ഇവിടെ നിന്ന് കിട്ടിയൊക്കെ എഡിറ്റ്സിലാണ് നമുക്ക് അശോകൻ്റെ പേര്, അതായത് ഒറിജിനൽ പേരല്ല, ഈ പറയുന്ന ഡിഫറെൻറ്റ് പേരുകൾ, ദേവനാംപ്രിയ പോലുള്ള പേരുകളിൽ നിന്നും ഒക്കെ അശോകൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നത്. ഇതിൽ മാലനത്തിൽ മാത്രമാണ് അശോകൻ പേര് വെളിപ്പെടുത്തുന്നത്, ബാക്കിയെല്ലാം അശോകൻ്റെ എഡിറ്റ്സ് എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. എന്നിട്ട് വേറെ 7 ആയിട്ടുള്ള പില്ലർ എഡിറ്റ്സ്, വേറെ 7 പില്ലർ എഡിറ്റ്സും അശോകനുണ്ടായിരുന്നു. അത് പല സ്ഥലങ്ങളിൽ നിന്നും, ഇപ്പോൾ കാണ്ഡഹാറിൽ നിന്നും, ഖൈബറിൽ നിന്നും, ഡൽഹി, വൈശാലി, ചമ്പാരൻ, സാർനാഥ്, അലഹാബാദ്, അമരാവതി, സാഞ്ചി തുടങ്ങിയ പല സ്ഥലങ്ങളിൽ നിന്നുമാണ് നമുക്കതിൻ്റെ പില്ലർ എഡിറ്റ്സ് കിട്ടുന്നത്. നമ്മൾക്കറിയാം, നമ്മളിന്ന് കാണുന്ന ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗിൻ്റെ തന്നെ 24 സ്പോക്ക് വീൽ നമ്മൾ കാണുന്ന ആ നാഷണൽ ഫ്ലാഗിൻ്റെ ആ നടുക്ക് കാണുന്ന 24 സ്പോക്കുള്ള വീല് അശോകൻ്റെ നാഷണൽ എംബ്ലം, നമ്മുടെ നാഷണൽ എംബ്ലവും അശോകൻ്റെ ലയൺ ക്യാപിറ്റൽ അറ്റ് സാർനാഥ് എന്ന് പറഞ്ഞാൽ സാർനാഥിലുള്ള ലയൺ ക്യാപിറ്റൽ എന്ന എംബ്ലത്തിൽ നിന്ന് എടുത്തതാണ് ആ വീലും, 24 സ്പോക്ക് വീലും. അതുപോലെ തന്നെ നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യയും. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാം. പിന്നെ ഇതുപോലെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അശോകയെക്കുറിച്ച് ഇന്ന് നിങ്ങളുടെ അടുത്തെല്ലാം പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അശോകയെക്കുറിച്ച് എല്ലാവർക്കും ഒരു നല്ല ഐഡിയ ഒക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുമാത്രമല്ല, അശോകയുടെ പ്രണയകഥയെക്കുറിച്ച് മറ്റൊരു നല്ല ഫോക്ലോറുണ്ട്, പക്ഷേ അത് മറ്റൊരു എപ്പിസോഡുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക, ഇവിടെ തന്നെ ഉണ്ടാവുക, ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ഇരിക്കുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.